മൈൻഡില്ല നോക്കി. മൂടില്ല കാരണം മൂപ്പർക്ക് ഫുഡ് കിട്ടിയില്ല. ഹലോ എനിവേ വെൽക്കം ടു ദ ഫസ്റ്റ് വ്ലോഗ് ഓഫ് സ്വിഗ്ഗി. ഓക്കെ, വലിയ ചാർജ് ഇല്ല. ഇന്നലെ രാത്രി ഒന്ന് നേരെ ഇവിടേക്ക് കയറ്റിയതേ ഉള്ളൂ വണ്ടി. അപ്പം മെയിൻലി എന്താ പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രാത്രി ഉറക്കം വന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം രാവിലെ ക്ലാസ്സിന് പോയില്ല, നമ്മൾ അതിന് കറങ്ങാൻ പോയതായിരുന്നു. അതിനുശേഷം നേരെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇപ്പം അങ്ങനെ നീറ്റതേ ഉള്ളൂ. 7:30 ഇപ്പം. അപ്പോൾ ഇന്നെന്തായാലും ഇപ്പം പണിക്ക് പോയില്ല, എനിക്കൊരു ഉറപ്പില്ല. കാരണം എനിക്ക് വയ്യ. ഇന്ന് ശനിയാഴ്ചയാണ്. യൂഷ്വലി ശനിയാഴ്ച ഞാൻ പോകാറില്ല, ഞായറാഴ്ചയാണ് ഒരു പകരം പോകാറ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച പോകാണ്ടക്കാറുണ്ട്. അടിച്ചു പൊളിക്കാം. ബൈ, ലവ് യു ഓൾ. സോ അങ്ങനെ എന്തായാലും നമ്മുടെ സ്വിഗ്ഗി വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ക്ലാസ്സിന് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഇപ്പം. അപ്പോൾ നേരെ ക്ലാസ്സിന് പോയതിന് ശേഷമായിരിക്കും നമ്മൾ നേരെ ജോബിന് പോകുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് കഴിഞ്ഞിട്ട് സ്ട്രെസ്സ് കയറിയിട്ട് ഇത് വീണ്ടും അടിക്കാൻ പോകുന്ന പരിപാടി ശോകമാണ്. എന്നാലും നമ്മളിത് ചെയ്തല്ലേ പറ്റുമോ, നമുക്ക് ജീവിക്കണ്ടേ. ഇതന്നെ ഏത് കാലത്തും ചെയ്യാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അത് നോക്കിയപ്പോൾ അവൻ ഇവിടെ എത്തിയില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യൂഷ്വലി പോകുന്ന റൂട്ടിൽ അവൻ കാത്തിരിക്കുക. അപ്പോൾ അവിടെ എല്ലാം വരേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ മറന്നു പോയതുകൊണ്ട് അവനോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിനെക്കാട്ടും നല്ല അതാണല്ലോ. ഒരു ഗുഡ് ന്യൂസ് ആയത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് വാഴ കാണാൻ പോയി. അവിടെ നിന്ന് നേരെ വർക്കിന് പോയതാട്ടോ. പടം ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. കുത്തിന് ചിരിക്കാനുണ്ട്. ലാസ്റ്റ് ടൈം കുറച്ച് സാഡാവുമെങ്കിലും ഞാനത് സ്പോയിലേഴ്സ് ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം നേരെ നമ്മൾ ജോബിനാട്ടോ പോയതിന് ശേഷം ഞാൻ പിന്നെ വേറെ ഒന്നും നിന്നില്ല, ചായ ഒന്നും കുടിച്ചില്ല. ശേഷം ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കയറിയത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ വണ്ടി റിസർവിലായിരുന്നു ഇവിടെ എത്തിയതിന് ശേഷം. അപ്പം നേരെ പെട്രോൾ പമ്പിലേക്ക് ഇറങ്ങി 200 പെട്രോൾ റീഫിൽ ചെയ്തു. പെട്രോൾ അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുകയാണ്. 20 രൂപയുടെ സ്കേറ്റേഴ്സ് എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഓർഡർ. സോ അത് നമുക്ക് പോയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഫുഡ് ഓൾറെഡി റെഡിയാണ്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഹോട്ടലിലേക്ക് വരുന്നത്. ഞാൻ എപ്പോഴും കാണാറുണ്ട്, പക്ഷേ ഇതിലായിട്ട് പോയിട്ടില്ല ഈ ഹോട്ടലിലേക്ക്. 6787 നല്ല ക്യാഷ് കളക്ട് ചെയ്യണം. എനിവേ ഞാൻ ആ പുള്ളിക്കാരൻ്റെ ഫേസോ അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ഫേസോ ഇനി കാണിക്കാനൊന്നും പോകുന്നില്ല. കാരണം അത് എൻ്റെ ഒരു പോളിസിയാണ്. ഞാൻ ബാക്കിയുള്ളവർക്ക് എൻ്റെ ഒരു വ്ളോഗ് ബുദ്ധിമുട്ടാക്കരുത് എന്നുള്ളത് മാത്രം. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ്. ആൻഡ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ ഇറങ്ങിയപ്പം എനിക്ക് വഴി ഡൗട്ട് വെച്ചപ്പോൾ ഞാൻ നിർത്തി. അപ്പം തന്നെ എനിക്ക് അടുത്ത ഓർഡർ അടിച്ചു. അപ്പോൾ നേരെ അടുത്ത ഓർഡറിന് അങ്ങ് പോകാൻ നേരം.
അപ്പോൾ ഇത് കാവിലകം റെസിഡൻസി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് നിന്നാണ്, അവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് ഞാൻ ഓർഡർ എടുത്തു. ഏകദേശം 22 രൂപയാണ് എനിക്ക് കിട്ടുക. 4.4 കിലോമീറ്ററാണ് എൻ്റെ മൊത്തം ട്രാവലിംഗ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഞാൻ ലൊക്കേഷൻ എവിടെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞു. 20 റുപ്പീസിനൊക്കെ മോസ്റ്റ് പ്രോബബ്ലി പെട്ടെന്ന് കഴിയും. ഇനി ലൊക്കേഷൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിലേ അടിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അവരുടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ ഗോപ്രോ ഒന്ന് ഓണാക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ തിരിച്ച് സിറ്റിയിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എത്താൻ സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിരുന്നു. 10.8 കിലോമീറ്ററാണ്, 54 രൂപയാണ് ആ ഓർഡറിൽ എനിക്ക് തന്നത് അവർ. സോ ഫാലൂഡ നേഷനിലേക്ക് നമുക്ക് ആദ്യം പോകണം. ഇത് മാവൂർ റോഡ് ഓർഡർ അല്ല, നമുക്ക് കിട്ടിയിരിക്കുന്നത് ബീച്ച് റോഡ് ഓർഡർ എന്നാണ്. സോ നമ്മൾ വേറെ സോണിലേക്ക് പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മാവൂർ റോഡിൽ നിന്ന് ബീച്ച് റോഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫാലൂഡ നേഷൻ നമ്മുടെ ഓർഡർ എടുക്കുന്നു. നേരെ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ഡെസ്റ്റിനേഷനിലും കൂടി അങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 54 രൂപ പോക്കറ്റിലേക്ക്. അപ്പോൾ ആ ഓർഡർ കൊടുക്കുന്ന സമയം തന്നെ എനിക്ക് അടുത്ത ഓർഡറും കൂടി അടിച്ചു. ഓക്കെ, നമ്മളെന്തായാലും ബീച്ച് സൈഡ് തന്നെ ആയതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ബീച്ച് സൈഡ് ഹോട്ടലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 7th ഹെവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയത്. സോ റിട്ടേൺ ഓർഡറും കൂടി ആയതുകൊണ്ട് തന്നെ ഇതിന് 72 രൂപയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഐ എം റിയലി സോറി, ബാറ്ററിൻ്റെ ചാർജ് തീർന്നു. നമുക്ക് അടുത്ത ഓർഡർ മുതൽ കാണാം, കാരണം ഞാൻ ബാറ്ററി പെർസെൻറ്റേജ് പിന്നെ നോക്കി. അപ്പോൾ ഗോപ്രോ ചാർജ് വന്ന സമയം കൊണ്ട് ഞാനൊരു ചായ കുടിക്കാൻ കയറി. അപ്പോൾ ചായ കുടിക്കാൻ കയറി. ഒരു സൈഡിലൊരു ഷോപ്പ് തന്നെയാണ്, ഞാൻ ഇവിടുന്ന് ഡെലിവറി കഴിഞ്ഞ് എടുത്ത് തന്നെയാണ്. ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ചാർജ് ആവുമെന്ന് കരുതുന്നു. ചായ കുടിച്ചതിന് ശേഷം നേരെ നമ്മൾ പോയിരുന്നത് പൊറ്റമ്മിലേക്കായിരുന്നു. പൊറ്റമ്മിൽ നിന്ന് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചു. നാച്ചുറൽ ഐസ്ക്രീം എന്നാണ്. 22 രൂപേൻ്റെ ഓർഡറാണ്, വലിയ ദൂരമൊന്നും ഇല്ല. സോ ഈ ഓർഡർ വന്നിരിക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് സർജറിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തായിട്ടാണ്. ഞാൻ അവിടേക്ക് പോയി, അതിനുശേഷം അവിടെ ഓർഡർ കൊടുത്തു. അതിന് കുറച്ച് ടൈം എടുത്തു. കമ്പാരിറ്റീവ്ലി അത്ര ടൈം എടുക്കാറില്ല. അത്ര ടൈം എടുക്കുന്നത് നമുക്ക് നഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ 41 രൂപയുടെ ഓർഡർ ആയിരുന്നു. ടേസ്റ്റി ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ കോളേജ് തന്നെയുള്ളൊരു ഹോട്ടലാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തോനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിച്ചതിൽ അത്ര ഈസി അല്ലായിരുന്നു. കാരണം ഈ റോഡ് കാണിച്ചിരുന്ന മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒരു റോഡ് അപ്പുറത്തായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിലുണ്ടായിരുന്ന റോഡിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് എടുത്തു. അതിന് തൊട്ട് മുമ്പ് വേറെ റോഡും കൂടിയുണ്ട്. ആ റൂട്ടിൽ കൂടിയായിരുന്നു ഞാൻ പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഒരുപാട് സമയം ഞാൻ അവിടെ വേസ്റ്റ് ചെയ്തു, ഒരുപാട് പെട്രോളും പോയി. എങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. എൻഡി ഫിൽറ്റർ ഊരാൻ മറന്നത് വലിയൊരു പൊട്ടത്തരേ. അത് കാരണം നിങ്ങൾക്കൊന്നും കാണാത്ത കേട്ടോ. സോ മാവൂർ റോഡ് തന്നെയാണ് അടുത്ത ഓർഡർ വന്നിരുന്നത്. ചിക്കിങ്ങിലാണ് നമുക്ക് ഓർഡർ കിട്ടിയത്. 4.3 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ നമുക്ക് 10 രൂപ ചാർജും അതേപോലെ തന്നെ 22 രൂപയുടെ ടിപ്പും ഉണ്ട്. സോ അതുകൊണ്ട് നമുക്കൊരു നല്ല ഓർഡറാണത് സത്യം പറഞ്ഞാൽ. വണ്ടി ഓട്ടുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കണ്ടുപിടി. എനിക്കാണെങ്കിൽ അത് പറ്റുന്നില്ല, തീരെ വണ്ടി ഓട്ടാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഓർഡർ വരികയും ചെയ്തു. അപ്പോൾ ഒരുമാതിരി ടൈമിംഗ് ആയിപ്പോയി. നേരെ കിട്ടിയ പെട്രോൾ പമ്പ് കയറിയിട്ടൊന്ന് മുഖം കഴുകി. അടുത്ത ഓർഡർ വേറെ ഒന്നുമല്ല, നമ്മുടെ ഫോക്കസ് മോഡലുള്ള എംഗ്രില്ലിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഏകദേശം 9.3 കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. സോ ഞാൻ ടൈം ലാപ്സ് എടുത്തിട്ടേ ഉള്ളൂ, കാരണം ഓൾറെഡി കുറേ വീഡിയോസ് ആയപ്പോൾ ഞാൻ ടൈം ലാപ്സ് എടുത്ത് നോക്കി എന്താ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓർഡർ എടുത്തു, ഇറങ്ങുമ്പോൾ തന്നെ വീണ്ടും ഓർഡർ.
വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. യൂഷ്വലി വെയിറ്റ് ചെയ്യാറ് ഈ ഒരു ടൈം കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാറാണ്. ഓൾമോസ്റ്റ് 10 മണി ആവാനായി. സോ നല്ലതാണ് ഇതൊക്കെ. ഈ പ്രാവശ്യം നമുക്ക് ബീച്ച് റോഡ് ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഡൈൻ ഔട്ട് അറബിക് കിച്ചൺ എന്നൊരു ഷോപ്പിൽ നിന്നാണ് നമുക്ക്. അതിൽ നമുക്ക് 20 രൂപേൻ്റെ ഓർഡറും അതേപോലെ തന്നെ 10 രൂപേൻ്റെ സർജും ആണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സത്യം പറയുകയാണെങ്കിൽ ഈ ഓർഡർ നല്ല തലവേദനയായിരുന്നു. കാരണം വഴി തെറ്റിയിട്ട് ഒരുപാട് ഓടി, വളരെ നഷ്ടത്തിനാണ് ഞാൻ ഈ ഓർഡർ എടുത്തിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, എനിക്കത് എത്തിക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം നമുക്ക് സാധനം എത്തിക്കാൻ പറ്റിയില്ലെങ്കിലാണ് ഏറ്റവും കൂടുതൽ തലവേദനയാവുക. ലാസ്റ്റത്തെ മാതിരി തന്നെ നമുക്ക് വീണ്ടും ഓൺ ദ സ്പോട്ട് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് വെയിറ്റിംഗ് ഒന്നും വന്നില്ല. യൂഷ്വലി ഈ ഒരു സമയം നമുക്ക് കുറച്ചുകൂടി കിട്ടുന്നൊരു ടൈമാണ്. കാരണം നമ്മൾ ഒന്നൊരു സിറ്റി ഭാഗത്തേക്ക് തന്നെയാണ്, ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. വിചാരിച്ചാലും നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഓർഡർ കിട്ടാൻ. ആൻഡ് അത്ര യൂഷ്വലി എടുക്കാറില്ല, എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല. ഇനി സെക്യൂരിറ്റി പോയി വാങ്ങിക്കൊണ്ട് തന്നു നമുക്ക്. ഇതൊരു ഫ്ലാറ്റിലായിരുന്നു, ബീച്ച് സൈഡ് തന്നെ, അപ്പോളോയുടെ ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് കൊടുക്കാറുള്ളത്. സോ അവിടുന്ന് കൊടുത്തു. അത് നമുക്ക് ചെറിയ ടിപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തു എന്നുള്ളത് കേട്ടോ. സോ ഗൈസ്, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് അടുത്ത ഓർഡർ എടുത്തു. അടുത്ത ഓർഡറിനെ പറ്റി കഴിഞ്ഞാൽ മൾട്ടി ഓർഡറാണ്. നമുക്ക് 2 ഓർഡർ കൊടുക്കാണ്ട് എന്ന് വെച്ചാൽ 10 രൂപ നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ കൂടെ കിട്ടും. അതാണ് ഇതിട്ട് വല്ല ഹൈലൈറ്റ്. രണ്ട് ഓർഡറും ബീച്ച് റോഡിൽ നിന്നാണ് എടുത്തെങ്കിലും മാവൂർ റോഡാണ് നമ്മൾ എത്തിപ്പെട്ടത് കേട്ടോ അവസാനം. മൾട്ടി ഓർഡറിൽ ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഓർഡർ പോയി കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 ഓർഡറും നല്ല ഈസി ആയിട്ട് തീർത്തു. പ്രത്യേകിച്ച് ഓവർ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നു. ഞാൻ കരുതി കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഞാൻ കരുതി ഇനി ഓർഡർ ഒന്നും ഉണ്ടാവില്ല വിചാരിച്ച് വീട്ടിലേക്ക് റിട്ടേൺ ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. പക്ഷെ ഒരു ഓർഡറും കൂടി അടിച്ചു. അതൊരു 1.5 ഓർഡർ ആയിപ്പോയി. എന്താ പൊന്നെ. നമ്മൾ ലാസ്റ്റ് ഓർഡർ വന്നിരിക്കുന്നത് ചിക്കിങ്ങിലാണ്. നമ്മുടെ മാവൂർ റോഡുള്ള ചിക്കിങ്ങിൽ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ വേറെ എങ്ങോട്ടും പോകേണ്ടി ഒന്നുമില്ല, സിമ്പിളായിരുന്നു. വിചാരിച്ചതിനെക്കാട്ടും ഒരുപാട് ടൈം എടുത്തു. ഏകദേശം 1.5 മണിക്കൂർ വെയിറ്റിംഗ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസ്റ്റോറൻറ്റ് സൈറ്റിന് എന്തോ ഇഷ്യൂ കാരണം ഒരുപാട് ഡിലേ ആയി. പിന്നെ ഇത് കൊണ്ടു കൊടുക്കാൻ വിചാരിച്ച സ്ഥലമോ അതും കണ്ടുപിടിക്കാൻ കുറേ സമയം എടുത്തു ഗൂഗിൾ മാപ്പ് കാരണം. അതിൻ്റെ ഇടയിലായിരുന്നു സംഭവിച്ചത്. ഞാൻ കസ്റ്റമറെ വിളിക്കാൻ വേണ്ടി എൻ്റെ ഗ്ലൗസ് പോയി. ഞാൻ വണ്ടീൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ വെച്ച് മറന്നുപോയി. അത് അവിടെ വീണുപോയി. ഞാൻ വീട്ടിലെത്താനായപ്പോഴും എനിക്ക് ഓർമ്മ വന്ന് എൻ്റെ ഗ്ലൗസ് പോയി എന്നുള്ള കാര്യം. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എനിക്ക് മര്യാദയ്ക്ക് 1 വീക്ക് പോലും അത് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ള ഏറ്റവും വലിയൊരു വിഷമം. പിന്നെ 500 രൂപ പോവുകയും ചെയ്തു, ഒരു കാര്യമില്ലാണ്ട്. ആ പൈസ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ എൻ്റെ ബാക്കി സാധനങ്ങൾ കൂടി മേടിച്ചേനെ ഞാനത്. അത് ഭയങ്കര വിഷമമായി പോയി എനിക്ക്. ഓ ഓക്കെ 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 ഓക്കെ. പെട്രോളും പോയി, ഗ്ലൗസും പോയി, എല്ലാം പോയി. സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. എന്നാലും പിന്നെയും കുഴപ്പമില്ല, ഒരാളുടെ ഓർഡർ നമ്മൾ സേഫായിട്ട് എത്തിച്ചു. അതുതന്നെ ഒരു വലിയ കാര്യമാണ്. നല്ല രീതിക്ക് ലോങ് ആണ്. വീട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 18 കിലോമീറ്ററോളം പോകാനുണ്ട്. സോ നേരെ ഇനി വീട്ടിലേക്കാണ്. ഓർഡറൊന്നും എടുക്കാൻ ഇനി വയ്യ, കാരണം അത്രയും തളപ്പായി പോയി. ഗ്ലൗസ് പോയി എന്നറിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങ് നേരെ വീട്ടിലേക്ക് തന്നെ വിട്ടു.